ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഫാമിലിയിലേക്ക്, ഞങ്ങളുടെ പനക്കൽ ഫാമിലിയിലേക്ക് ഒരു ബേബി കൂടി വരാൻ പോവാണ്. കഴിഞ്ഞ വട്ടം നമ്മുടെ ആഷിയുടെ ബേബിയുടെ കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഹറിബറി ആയിട്ടാണ് പോയത് പർച്ചേസിങ്ങിന്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പ്രൈവസി ഇഷ്ടമുള്ളവരാണ്, അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ കാര്യമായിട്ടൊരു വൈഡായിട്ടൊരു വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ്. അപ്പം നമ്മുടെ അമലിൻ്റെയും ശില്പയുടെയും ബേബി ഇന്നത് ജനിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആൺകൊച്ചാണ്, എല്ലാതും ആൺപിള്ളേരാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ തൃശ്ശൂർക്ക് വന്നേക്കാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പുതിയ ബേബിക്കുള്ളതും വർക്കി ബേബിക്കുള്ളതും എന്തെങ്കിലുമൊക്കെ കുറച്ച് ബേബി ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മീൻ്റെ, ഡാഡിയുണ്ട്, പാച്ചുണ്ട്, വീരപ്പനുണ്ട്. വീരപ്പൻ്റെ സ്കൂളിലൊക്കെ പോയി വന്ന് ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ നിന്ന് അങ്ങനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയേക്കാണ്. കാരണം വൈകിട്ട് നമുക്കൊരു ഗസ്റ്റ് വരാനുണ്ട്. അപ്പോൾ അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം. അപ്പം അതുകൊണ്ട് പെട്ടെന്നൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഗസ്റ്റ് വരാനുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് വീട്ടിലേക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും കയറി ഇറങ്ങാൻ സമയമില്ല. ഒറ്റ സ്ഥലത്ത് കയറി ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് പോകുന്നത് റിലീഫിലേക്കാണ് പോകുന്നത്, റിലീഫ് ജൂനിയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ചാനൽ പണ്ടോട്ട് കാണുന്നവർക്കാണെങ്കിൽ വളരെ നല്ല ഓർമ്മയുണ്ടാവും റിലീഫും അവിടുത്തെ കാര്യങ്ങളൊക്കെ. പാച്ചുവിൻ്റെ A to Z സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് 2 വയസ്സ് വരെ എല്ലാതും ഡ്രസ്സും എല്ലാ ഐറ്റംസും അവിടെ നിന്നാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയാൽ A to Z സാധനങ്ങൾ നമുക്ക് ഒറ്റ ഡെസ്റ്റിനേഷനിൽ കിട്ടും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് ഒന്നിച്ചെന്ന് എന്താ പറയുക, പുതിയ ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ ന്യൂ ബോണ്ട് ഐറ്റംസ് എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. കഴിഞ്ഞ വട്ടം ഞങ്ങൾ വേറെ ഷോപ്സിൽ പോയപ്പോൾ ഇങ്ങനെ റോംബേഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തു. അപ്പോൾ ഇവിടെ പോകുമ്പോഴാണ് എന്നും ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ കാണാറ്. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ ഇതാ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് കയറുമ്പോൾ എനിക്ക് ഭയങ്കര മെമ്മറീസാണ് കേട്ടോ. ഒത്തിരി സമയം എനിക്കൊണ്ട് പാച്ചുവിൻ്റെ ആ ഒരു സമയത്ത് ഫുള്ള് ഇവിടെ തന്നെയായിരുന്നു എല്ലാ ഐറ്റംസും വാങ്ങിച്ചിരുന്നത്. ശരിക്കും ഇവിടെയൊക്കെ കുറേ മാറിയില്ലേ മമ്മി? കുറേ മാറി. എന്നാലും അകത്തേക്ക് കിടക്കുമ്പോൾ ഫുള്ള് പുതിയ നമുക്ക് അറിയുന്ന മുഖങ്ങൾ, പുതിയ സാധനങ്ങളൊക്കെ ആകുമ്പോൾ ശരിക്കും പണ്ടത്തെ ഒരുപാട് ആ സമയത്ത് എന്നും ഓടിയായിരുന്നു. കാരണം ഇവിടെ അവന് പാച്ചുവിന് അളവിന് അവൻ്റെ പാകമുള്ള ഡ്രസ്സ് ഇവിടെ കിട്ടുമല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലായിടത്തു നിന്നും കിട്ടുന്ന കാരണം കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞാനിങ്ങനെ ആഷിയുടെ കൊച്ചിൻ്റെ പർച്ചേസിങ്ങിന് പോയപ്പോൾ ഞാനും ഡിവൈനും കൂടിയിട്ട് വേറെ പല ഷോപ്സിലാണ് പോയത്. പക്ഷെ ഒരു സ്ഥലത്തുനിന്ന് എല്ലാം കിട്ടിയില്ല, പലയിടത്തും പോകേണ്ടി വന്നപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ എല്ലായിടത്തും കയറാനുള്ള സമയമില്ല. ഒരു സ്ഥലത്തുനിന്ന് തന്നെ വാങ്ങിക്കണം, കാരണം വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചപ്പോൾ മമ്മിയെ പറഞ്ഞു നമുക്ക് റിലീഫിൽ പോയി അവിടെ എല്ലാതും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അവിടെ ഓൾറെഡി പാച്ച് പർച്ചേസിങ് തുടങ്ങി. നോക്കി അവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂപ്പരാൾ തുടങ്ങി. ഇത് നടന്നു നോക്കി. കിട്ടിയ പാച്ചു ജീപ്പ് കണ്ട? എവിടെ ജീപ്പ്? എമ്മയ്ക്ക് മനസ്സിലായോ? വിഷു എന്താ സന്തോഷം. ചോയ്സ് കണ്ടോ? ഒക്കെ തൊടാനേ പാടുള്ളൂ കേട്ടോ പാച്ചു, നോക്കാനേ പാടുള്ളൂ. കുട്ടിയൊന്നും നശിപ്പിക്കില്ല. ഫോണുണ്ട്, ജീപ്പുണ്ട്, ഇതൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ വന്നാൽ നമുക്ക് വേറെ പല ഷോപ്സിലേക്ക് പോകേണ്ട കാര്യമില്ല, എല്ലാതും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടത് 2 ന്യൂ ബോണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ 2 പിള്ളേരും ആൺപിള്ളേരാണ്. അപ്പോൾ ആഷിയുടെ കൊച്ചും ആൺകൊച്ചാണ്. ഇപ്പോൾ ദേ അമലിൻ്റെ ശില്പയ്ക്കും ആൺകൊച്ചാണ്. അപ്പം മെയിനായിട്ട് ഇന്ന് നമുക്ക് വാങ്ങിക്കാനുള്ളത് മറ്റേ പുതിയ ബേബിക്കുള്ളതാണ്. പിന്നെ വർക്കിച്ചന് എന്തെങ്കിലും കണ്ടാൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാച്ചുവിനെ ഡാഡീനെ ഏൽപ്പിച്ചേക്കുക. ഡാഡി ഒന്നും പിന്നാലെ നിന്നാൽ മതിട്ടാ. ചേച്ചി ന്യൂ ബോൺ ഐറ്റംസ് നോക്കാൻ. എനിക്ക് മറ്റേ ബോട്ടൊക്കെ ഇല്ലേ ചേച്ചി, ബോട്ട്, ബെഡ്, അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ശരിക്കും ന്യൂ ബോൺസിന് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സാധനമാണ് ഈ ബോട്ട് ബെഡ് കേട്ടോ. അത് ശരിക്കും കൊച്ചുങ്ങളെ നമുക്ക് ഫസ്റ്റ് ടൈം എടുക്കുമ്പോഴാണെങ്കിലും അവരെ ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ബെഡ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ബോട്ടിൽ കെടുത്തിട്ട് പിള്ളേരെ ഉറക്കുകയും ചെയ്യാം. ബെഡ് വേണമെന്നില്ല. മാത്രമല്ല നമ്മൾ ഈ സ്വാഡിൽ ചെയ്ത് കെടുത്തുമ്പോൾ അവരിങ്ങനെ ഒതുങ്ങി കിടക്കുമ്പോൾ കുറേ നേരം ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാൻ
വിചാരിച്ചു. എനിക്ക് ന്യൂ ബോൺസിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ബോട്ട്. അപ്പോൾ അതൊരെണ്ണം ഞാൻ മറ്റേ നമ്മുടെ ശില്പയുടെ ബേബിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വർക്കിക്ക് ഓൾറെഡി ഉണ്ട്, ആഷൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരെണ്ണം നോക്കണം. പിന്നെ കുഞ്ഞുടുപ്പുകളൊക്കെ കുറച്ച് നോക്കാം അല്ലേ മമ്മി? ഇതിവിടെ വെക്കാം. ബേബി ബോയ കേട്ടോ ചേച്ചി, ബോയ. ബ്ലൂസ് അവിടെ അപ്പാപ്പനും മോനും ദേ അംഗം തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടുണ്ടല്ലേ. ടൈപ്പ് നല്ല ടൈപ്പ് സൂപ്പർ ആയിട്ടല്ലേ. ഇതിൻ്റെ വേറെ ഇതൊക്കെ ചേച്ചി കളേഴ്സ് തന്നെ. ഇതെനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഭയങ്കര വൈറ്റ്. പിങ്ക് വേണ്ട, വൈറ്റ് നന്നായിട്ടുണ്ടല്ലേ മമ്മി? ഇതും നല്ല ഭംഗിയുണ്ട്, ഇത് രസമുണ്ട്. പക്ഷെ ഇതാ കുറച്ചും കൂടി ഇതല്ലേ നല്ലത്. ഇവിടെ മെറ്റീരിയൽ ഇതാ ഭംഗി, നല്ല. ഇത് വേണ്ട, എനിക്ക് ഇതിഷ്ടമായി. ഇത് വേറൊരു പാറ്റേൺ അല്ല ചേച്ചി, വേറെ മെറ്റീരിയലാണ്. മെറ്റീരിയൽ വേറെ, പക്ഷെ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. ഇത് സോഫ്റ്റ് തന്നെയാണ്, വേറെ മെറ്റീരിയൽ. ഇത് ഫർട്ട് മറ്റേ ബ്ലാങ്കറ്റിൻ്റെ ഇതിലേതാ ഭംഗി? ഇതല്ലേ ഭംഗി? ഇതെടുക്കാം. ഇത് 899, ഇത് 699. 200 വ്യത്യാസം. ഇതല്ലേ നല്ലത്? ഇതെടുക്കാം. ഇത് ശരിക്കും ന്യൂ മോംസ് അല്ലെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ, കൊച്ചുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ. ഇതൊന്നും എടുക്കാം. ഇതെന്തായാലും മാറ്റി വെച്ചോ ചേച്ചി. ബെഡും പിന്നെ എന്നിട്ട് നോക്കണ്ടേ, നെറ്റ് ബെഡ് അല്ലേ? ഇതൊക്കെ ഏതാ റേഞ്ച് സ്റ്റാർട്ടിങ്? ഓ നല്ല ബെഡ് നോക്ക്, നല്ല മെറ്റീരിയൽ, സൂപ്പർ മെറ്റീരിയൽ. അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഈ അതിന് മാച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അല്ലാതെ എടുക്കാം നമുക്ക്. ആണോ? ഇത് ബെഡിന്റെ യൂസും ഇത് ചെയ്യാം. വേറെ മറ്റേ ഈ റാപ്പർ വല്ലതുണ്ടോ ചേച്ചി? ബെഡ് കൂടി നോക്കിയിട്ട്. ബെഡ് നോക്കണോ? പിന്നെ മതിയോ? ഇപ്പൊ ബെഡ് പിന്നെ നോക്കാം. അപ്പൊ മറ്റേ സ്വാഡില് അങ്ങനത്തെ എന്തെങ്കിലും മതി, മറ്റേ ക്യാപ്പുള്ള. ഹുഡി ടൈപ്പ്. ഇവിടെ മെറ്റോണിറ്റി വേഴ്സും ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാല്ലേ പാറ്റേൺസ്? ഇത് നന്നായിട്ടുണ്ട്. മെറ്റോണിറ്റി വേഴ്സ് ഇതാ. ഇതും അതുപോലെ ബേബീസിന് നല്ല. ട്രൗസർ ഇപ്പം വേണ്ട, ഈ മസ്ലിൻ്റെ ടോപ്പ്. ഇതും ഡയപ്പർ മറ്റേ ലങ്കോട്ടിയാണെങ്കിൽ പാച്ചുവിൻ്റെ ചെറുപ്പം ഫുൾ ഇതായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര കംഫിയാണത്. ഒക്കെ ഇപ്പം ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. പണ്ട് ആസ്റ്ററിൽ മാത്രം കിട്ടുള്ളൂ. പാച്ചുവിൻ്റെ സമയത്ത് എനിക്ക് ഓർമ്മയില്ലേ, ആസ്റ്ററിൽ മാത്രമേ ഇത് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാനിത് വാങ്ങിക്കാറ്. അത് ഇങ്ങനെ ആഷിയുടെ ബേബിക്ക് ഞാനിത് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിക്കാം നമുക്ക്. ഇത് നന്നായി നോക്ക്, നല്ല കട്ടിയുണ്ട് അല്ലേ? ഇത് നന്നായിട്ടുണ്ട്, നല്ല മെറ്റീരിയൽ. നല്ല മെറ്റീരിയൽ, സൂപ്പർ മെറ്റീരിയൽ. ഓയോ ഞങ്ങൾ കഴിഞ്ഞ വട്ടം വാങ്ങിച്ചത് ഇത്ര നല്ലതല്ലായിരുന്നു. കുറച്ചുകൂടെ കനം കുറഞ്ഞിട്ടായിരുന്നു. കാണാൻ കുറച്ചുകൂടി ഇതാ ഭംഗി അല്ലേ? എന്താ ഇത് വേദമൊക്കെ ഇട്ടൊക്കെ. ഇത് മതി എന്ന് തോന്നുന്നുണ്ട്. ഇത് മതി. ഇതിനും കറക്റ്റാ. ഇത് എത്ര വരണേ? കുഴപ്പമില്ല, ഇത് നന്നായിട്ടുണ്ട്. ഇത് എടുക്കാമല്ലോ മമ്മി? ഇത് മാറ്റി വെച്ചു. ഇങ്ങനത്തെ അല്ലേ, സ്ലീപ്പിംഗ് ബാഗ് പോലത്തെ. ഇത് ബാച്ചുവിനുണ്ടായിരുന്നു ഓർമ്മയില്ലേ, പിങ്ക്. ഇതിൻ്റെ ബ്ലൂ ഉണ്ടാ? ഉണ്ടല്ലോ. ഇതുണ്ടായിരുന്നു പാച്ചുവിന്, ബ്രൗൺ. ഓർമ്മയുണ്ടാ? എന്തൊക്കെ ഓർമ്മകളാ. ഇത് പക്ഷേ കാണാൻ ഭംഗി ഇതാ. പക്ഷെ ഇതാകുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ട് കാണുമ്പോൾ. ടെഡി പോലെ കൊണ്ടു നടക്കാം അല്ലേ? ഇത് ഇഷ്ടമായ
ഇഷ്ടമായ ഇതേ ബാക്കിലൊരു വാലും. മമ്മിക്ക് ഓർമ്മയില്ലേ പാച്ചുണ്ടായിരുന്നത് ബ്രൗണ്? ഇഷ്ടായത്, എനിക്ക് ഇഷ്ടമായി. അതൊക്കെ കൊടുത്തു, അതൊക്കെ ഞാൻ ത്രിഫ്റ്റ് സെയിലിൽ കൊടുത്തു. അങ്ങനത്തെ അല്ലേ സീത ഭംഗി. ഇതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ കാണാൻ ഭംഗി ഇതാണ്. എനിക്കിതാണ് ഇഷ്ടമായത്. പക്ഷെ ഇത് രണ്ടും മാറ്റി വെച്ചാൽ ലാസ്റ്റ് ഇത് പറ്റിയെങ്കിൽ ഒരെണ്ണം നമ്മുടെ വർക്ക് കിച്ചൺ എടുക്കാം. പിന്നെ എന്തിട്ടാ വരണ ചേച്ചി ന്യൂ ബോൺസിന്? ആ ജബല മറ്റേ സൂട്ട്, നൈറ്റ് സ്യൂട്ട് അല്ലേ, ഹുഡീസ് നോക്കാം. അല്ല ഹുഡീസ് അല്ലല്ലോ, 1/6 നോക്കാം. ഇങ്ങനത്തെ അല്ലേ മറ്റേ ഈ പ്രസ് ബട്ടൺ ടൈപ്പ്. ആ അത് മതി. ചൂടുള്ള സമയത്തൊക്കെ പാച്ചു ഫുള്ള് ഇതായിരുന്നു. സ്ലീവ് വേണ്ട, ഇത് മതി, സ്ലീവ്ലെസ് മതി. വൈറ്റ് മതി ചേച്ചി, കളർ വേണ്ട. ആ കളർ വേണ്ട. ഇതല്ലേ ന്യൂ ബോൺ സൈസ് പറഞ്ഞാൽ ഇതിലേതാ ഭംഗിയുള്ള പ്രിന്റ്? ഇത് കുഴപ്പമുണ്ടോ? ഇതെടുക്കാം അല്ലേ? ഇത് ബാക്കി ഇതൊന്നും ബ്ലൂ അല്ല. ഇത് രണ്ടെണ്ണം എടുക്കണം, നമുക്ക് പല തരത്തിലെടുക്കാം. ആ ഇത് കുറച്ചും കൂടി നല്ലത്, യൂസ് ചെയ്യാൻ എളുപ്പതാ. ഇതിലൊരു ഒരെണ്ണം കൂടി എടുത്തോ ചേച്ചി. ഈ രണ്ടെണ്ണം എടുക്കാം. അല്ലാതെ ഇത് വേണോ? ഇത് മതി, എനിക്കിതാ ഇഷ്ടമായി. വേറെ പിന്നെ ഏതാ ചേച്ചി കെട്ടുടുപ്പ്? മറ്റേ പ്രസ് ബട്ടൺ ടൈപ്പ് വേറെ വരുന്നുണ്ടോ? വൈറ്റിലാ മറ്റേ എംബ്രോയിഡറിയോ? ആ അതെ പാച്ചുവിൻ്റെ ഒരുവിധപ്പെട്ട കുഞ്ഞിലെ ഉള്ള പാർട്ടി വെയർസ് ഒക്കെ ഇവിടുത്തെ ആയിട്ട്, അതും ഈ സ്പൂൾ ബ്രാൻഡിൻ്റെയാണ്. അതായത് ഇവർക്ക് 0 സൈസ് തൊട്ടുണ്ട്. 0 സൈസ് -0 സൈസ് അല്ലേ ചേച്ചി? ആ സൈസ് 0 തൊട്ട് -0 0 സൈസ് തൊട്ട് എല്ലായിടത്തും ഉണ്ടാവും. 00 അങ്ങനെ എല്ലായിടത്തും അവൈലബിൾ അല്ലായിരുന്നു. പാച്ചു എക്സ്ട്രാ ചെറുതായ കാരണം അവന് 00 സൈസ് വേണമായിരുന്നു. അപ്പം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ആ ഒരു സമയത്ത് 2 വയസ്സ് വരെ അല്ലേ മമ്മി? 2 വയസ്സ് വരെ ഇവര് ഡ്രസ്സ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്നാൽ കിട്ടും, കാരണം ഇവിടെ അത്രയും കുഞ്ഞ് സൈസ് തൊട്ട് അവൈലബിൾ ആവാറുണ്ട്. അതെ, ഇവിടെ നിന്ന് ഇവിടുത്തെ ചേച്ചിമാര് സെലക്ട് ചെയ്ത് വരുമായിരുന്നു. അങ്ങനെ ഇതേ നോക്ക്, അവനിപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ടാണ്. ബൈക്ക് വേണം, ബുള്ളറ്റ് വീട്ടിലുണ്ട്. അത് പക്ഷെ കുറച്ചുകൂടി ചെറുതല്ലേ, അവനിത് കുറച്ചും കൂടി ഭയങ്കര. അങ്ങോട്ട് പോയി നോക്കിയോ അമ്മി? ഇഷ്ടായ പാച്ചു? ഹായ് സന്തോഷം നോക്കുന്നുണ്ട്. ഇഷ്ടായ? നമുക്ക് ബർത്ത്ഡേക്ക് വാങ്ങിക്കാം. ഓടിക്കേ നോക്കട്ടെ അമ്മ, നോക്കട്ടെ. ഇതിനൊക്കെ എത്ര ചേട്ടാ? 12. അപ്പൊ അമ്മയോട് പോവാൻ 12,000. 10 രൂപ റേഞ്ചിലൊക്കെ ഇടാ. അപ്പൻ്റെ അതേപോലെ പാഞ്ഞിട്ടാ പോണത്. അതെ അല്ലേ? റിവേഴ്സും ഉണ്ട് ജീപ്പിന്റെ പോലെ തന്നെ. അവന്റെ കുറച്ചുകൂടി ചെറുതാ. അവന്റെ ഇവനുള്ളതൊരു കുറച്ചുകൂടി ചെറുതാ ഉണ്ട്. ഇത് കുറച്ചുകൂടി നാൾ ഉപയോഗിക്കാം. ഇഷ്ടായ പാച്ചു? പിടിച്ചിരുത്തിയിട്ട് വീഡിയോ എടുക്കണത് അതെ, ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ കറക്റ്റാ. ഇതിപ്പോ അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു പ്യുവർ പ്രീമി വേണ്ട. നമ്മുടെയൊക്കെ പാച്ചു, അതാ ഞാൻ പറഞ്ഞത്, പാച്ചുവിന് കംപ്ലീറ്റ് വിടുന്നായിരുന്നു. ഇത് നന്നായിണ്ടല്ലേ ഈ സെറ്റ്? ഇത് സെറ്റ് ആയിട്ടാണോ വരുന്നത്? ഈ പ്രിന്റ് ഇഷ്ടമായി. 3 റോംബേഴ്സ് നമ്മൾ പാച്ചുവിന് വാങ്ങിക്കാറില്ലേ സെറ്റ്? എനിക്ക് ഈ പ്രിന്റ് ഇഷ്ടമായി. ഇതെടുത്താല വൈറ്റ് ഇത് മതി ചേച്ചി. കേട്ടോ അതല്ലേ ഭംഗി? ഇതല്ലേ ഭംഗി? പക്ഷേ വൈറ്റ് ബ്ലൂ, അതിലും ബ്ലൂ ഉണ്ട്. ഇതല്ലേ ഭംഗി? ബ്ലൂ ഉണ്ടാ? മിറ്റൻസും ബൂട്ടീസും
വൈറ്റ് ആയാലും മതി. പ്ലെയിൻ വൈറ്റിലുണ്ടോ ചേച്ചി? ഇത് നന്നായിട്ടുണ്ടല്ലോ. ഇതല്ലേ ഭംഗി? ഡ്രസ്സിന് ഇത് മാച്ച്. ഇതിന് മാച്ച് അല്ല, ഇത് പച്ച വരണ. ഇതിന് ബ്ലൂ ഉണ്ടോ ചേച്ചി? ഇത് പക്ഷെ യെല്ലോ എന്നാ പറയുള്ളൂ, ബ്ലൂ എന്ന് പറയില്ല. ഇതിന് ഗ്രീൻ അല്ലെങ്കിൽ പിന്നെ ഇത് എടുക്കേണ്ടി വരും. അതിന് മാച്ചാ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മാച്ച് നോക്കിയിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ മതിയാ? അതും ഇത് എടുക്കണോ? ഇതിലുണ്ടല്ലോ വൈറ്റ്. ഇത് ക്യാപ്പ് മാത്രല്ലേ? സെറ്റ് എടുക്കാൻ നല്ലത്. സെറ്റ് ആവല്ലേ നല്ലത്? പിന്നെ ഇതന്നെ എടുക്കാം, എനിക്ക് തോന്നുന്നു. സെറ്റ് എടുക്കാം നല്ലത്. പിന്നെ വേറെ തപ്പിപ്പോണ്ടല്ലോ. വേണമെങ്കിൽ റോംബർ വേണമെങ്കിൽ മാറ്റാം, അതിന് മാച്ച് ചെയ്തിട്ടെടുക്കാം. ചേച്ചി ബ്ലൂവിൽ വല്ല റോംബേഴ്സ് വേറെ ഉണ്ടോ? എനിക്ക് ഇഷ്ടമായത് ഇതാണ്, പക്ഷെ ബ്ലൂവിൽ കിട്ടാൻ. ഈ ബ്ലൂ എടുത്തല്ലോ, സ്ട്രൈപ്സ്. അത് വേണ്ട, പ്ലെയിൻ വേണ്ട. ഇതല്ല, അത് എടുക്കാം അല്ലേ? അതോ പ്യുവർ വൈറ്റ് എടുക്കണ റോംബർ? ഇത് വൈറ്റ് മതിയാ? ബ്ലൂ മതിയാ? ബ്ലൂ ആണ് നല്ലത്. ബ്ലൂ ഇരിക്കട്ടെ. പല സൈസ് അല്ലേ? മീഡിയം മതിയാവും. ഉണ്ടല്ലേ? ഏറ്റവും ഉപകാരമുള്ളൊരു സാധനം അത്. ഇതൊരെണ്ണെടുക്കാം അല്ലേ? ബ്ലൂ തന്നെ മതി. നമ്മളെല്ലാതും ബ്ലൂവിലേക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ ഒരു ക്യാപ് ടവൽ എടുക്കണോ? ഞാൻ ചോദിക്കാം. സാധാരണ ഒരു ക്യാപ് ടവൽ എടുക്കണോ? സാധാരണ ഒരു ക്യാപ് ടവൽ അത് ഈ കളർ തീമിൽ തന്നെ ആയിക്കോട്ടെ. എന്തായാലും എടുത്തു വന്നപ്പോ ഒക്കെ ഒരേപോലെയായി. ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കോമ്പിനേഷൻ. അത് കുഴപ്പമില്ല. ഇത് സാധാരണ നോർമൽ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ണികളൊക്കെ ക്യാപ്പ് ഉണ്ടോ? ക്യാപ് ടവൽ എനിക്കിത് ഇഷ്ടമായി. ഇത് സെയിം പച്ചനുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇത് സെയിം ഉണ്ടായിരുന്നു പച്ചന്. നല്ല മെറ്റീരിയലാ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാ. നന്നായിട്ടുണ്ട് അല്ലേ? ഇതൊന്നും എടുക്കാം അല്ലേ? ഇത് ഉപകാരമുള്ള ഒരു സാധനം. അത് ഇതൊന്നും മതി. ഒന്നും മതി. ഏതാ മെറ്റീരിയല്? നല്ലത് അതാണ്, പക്ഷെ കാണാൻ ഭംഗി ഇതല്ലേ? മെറ്റീരിയൽ അതാ ഭംഗി, നല്ലത് സോഫ്റ്റ്. പ്ലെയിന് പിന്നെന്താ? ബാത്ത് ടവൽസ് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇതൊക്കെ ഞാൻ ഒരെണ്ണം പാച്ചുവിന് എടുത്താലോ? ഇത് വലിയ പിള്ളേർക്ക് യൂസ് ചെയ്തൂടെ? നല്ല മെറ്റീരിയലാ. അല്ല, അവന് ഞാൻ ഇപ്പോഴും ലിനനാ യൂസ് ചെയ്യണേ തുടയ്ക്കാൻ. ഇപ്പത്തെ പുതിയതല്ലേ ബബിൾ ബെഡ്, മസ്ലിൻ. ശരിക്കും പറഞ്ഞാൽ ഇത് മെറ്റീരിയൽ നല്ലപോലെ വെള്ളം പിടിക്കും, പിന്നെ സോഫ്റ്റ് ആണ്. ഈ ചൂടുള്ള സമയത്താലും ഏത് സമയത്താലും ഇത് ഞാൻ കണ്ടു, ഭയങ്കര റിവ്യൂ ആയിട്ട് കണ്ടു ഞാനിത്. അതായത് ഇങ്ങനെ നല്ല പിടിക്കും. ടൈപ്പ് കുറച്ച് കോസ്റ്റ്ലി സൈഡല്ലേ? ഇതോ? ഇതും കുഴപ്പമില്ല. ഇത് അതിന്റെ കുറച്ചുകൂടി എനിക്ക് ഇത് കുറച്ചുകൂടി ഇഷ്ടമായി. കുറഞ്ഞ ടൈപ്പ്. ഇത് പറഞ്ഞാൽ നമുക്ക് പാച്ചുവിന് എടുക്കാം. നല്ല ടവല, തോർത്ത് പോലെ. ഇതൊരെണ്ണം വെച്ച് തുടയ്ക്കാനല്ലേ? വൈറ്റ്. അത് മതി, ഉണ്ണിയോളിക്ക് അത് മതി. കുഞ്ഞി തോർത്ത്, പാച്ചുവിന് കുഞ്ഞി തോർത്തായിരുന്നില്ലേ? തോന്നുന്നു ഇത് വൈറ്റ് മതി തോന്നുന്നില്ലേ? കളർ ഭംഗി വൈറ്റ് അല്ലേ? ഈ ഒരു ബ്ലൂ, നീലത്തിന്റെ ഒരു ബ്ലൂ. വൈറ്റ് എടുക്കും. ആണോ? ഇത് മതിയാ? ബ്ലൂ മതിയാ? ബ്ലൂ എടുത്തോ. ഇനിയിപ്പോ അതൊരു ബ്ലൂ കുറവ് വേണ്ട. പിന്നെ ഏറ്റവും ന്യൂ ബോൺസിന് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് ഈ മസ്ലിൻ ക്ലോത്ത്. അവരെ ഇങ്ങനെ സ്വാഡിൽ ചെയ്തിടാനായിട്ട് ഇത് പിന്നെ വാങ്ങിച്ചിട്ട് ആക്ച്വലി കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ശില്പയും വാങ്ങിച്ചു എന്നാ പറഞ്ഞത്, അപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല.
വീഡിയോ കാണുന്ന ഏതെങ്കിലും ന്യൂ മോംസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഇതിന് വേണ്ടി പറഞ്ഞ കേട്ടോ. മസ്ലിൻ ക്ലോത്ത്. പാച്ചുവിന് ഇപ്പോഴും ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. അതായത് മമ്മി നേരത്തെ പറഞ്ഞില്ലേ കുളിച്ച് കഴിഞ്ഞിട്ട് തുടയ്ക്കാനായിട്ട് തോർത്തണത് ഈ മസ്ലിൻ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇപ്പോൾ 3.5 വർഷം അടിച്ച് പൊളിച്ച് ഉപയോഗിച്ചു എന്ന് പറയാം. നെറ്റ് ബെഡ് അല്ലേ, കുഞ്ഞി സൈസ്, ചെറിയ സൈസ്, ഏറ്റവും ചെറുത്. സൂപ്പറായിട്ടുണ്ട്, നല്ല മെറ്റീരിയലാണ്. കിടക്കാം. ഇതായിരിക്കുന്നത് ഫുള്ള് നെറ്റ് ബെഡ് ആട്ടോ, കംപ്ലീറ്റ് കളേഴ്സാണ്. ബ്ലൂ, പല പല സൈസിൽ. ആ വൈറ്റ് എനിക്കിഷ്ടമായി. പിന്നെ വാങ്ങിക്കാം, എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിക്കണ്ട. ഇതോ ബ്ലാങ്കറ്റ്, ശരിക്കും ഗൾഫിൽ നിന്നൊക്കെ പണ്ട് കൊണ്ടുവരുന്ന പോലത്തെ നല്ല നല്ല വുള്ളൻ ബ്ലാങ്കറ്റ്. പുറത്തെടുക്കാൻ തോന്നണില്ല. ഫുൾ റോസാപ്പൂ പോലെ എന്താ, നല്ല മെറ്റീരിയല്, സൂപ്പർ മെറ്റീരിയല്. എത്ര ഏത് റേഞ്ച് വരുന്നുണ്ടാവോ? 800 രൂപ. എത്ര? 800. ടബ്ബ ചെറുതാണല്ലോ. ഓ, തീരെ ചെറുതല്ലേ? മിക്സ് ചെയ്തിട്ട് ഓപ്ഷൻ ഉണ്ട്. സെപ്പറേറ്റ്. ഇത് ഇതിന്റെ ബ്ലൂ പാച്ചുണ്ടായിരുന്നു, കുളിപ്പിക്കാൻ എളുപ്പം. പക്ഷെ ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഇതാ, നെറ്റ് ബാത്ത്. ഇതാണ് പാച്ചുണ്ടായിരുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. അത് ശരിക്കും ഞാൻ ഇതുമ്പോൾ എത്തിയിട്ട് ഞാൻ കുളിപ്പിക്കാറുള്ളൂ തന്നെ. പണ്ടത്തെ വീഡിയോസിലൊക്കെ ഉണ്ടാവും ഇത് ഭയങ്കര യൂസ്ഫുൾ. ഇതിനൊക്കെ ഇപ്പം എത്ര വരുന്നുണ്ട് ചേച്ചി? ഓഫർ ഡിസ്കൗണ്ട്. ഇത് 1299 ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമാണ്. ഞാൻ അടിച്ചു പൊളിച്ച് ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനം ഇത്. നമുക്കിപ്പോൾ ഉപയോഗം കഴിഞ്ഞാൽ മടക്കി എടുത്ത് വെക്കുകയും ചെയ്യാം. യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. അതന്നെ കണ്ട ഇതണ്ട. പിന്നെ ബൗൺസർ ഒന്ന് ജസ്റ്റ് ഇപ്പം വാങ്ങിക്കാനല്ല, എനിക്കൊന്ന് നോക്കണമായിരുന്നു. ഇനിയിപ്പോൾ 2 ബേബീസിന് നമ്മൾ എല്ലാ വട്ടം പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറി മാറി കൊടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഒരെണ്ണം ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് ബൗൺസർ. അപ്പം ഞാനത് ഒരെണ്ണം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അവര് മോന് സ്ഥലം വിട്ടെന്ന് തോന്നുന്നു. നമ്മുടെ പ്ലേ ജിം അല്ലേ? ഓ അതെ അതെ അതെ. ഇതുണ്ടായി പ്ലേ ജിം വിത്ത് വോക്കർ. പാച്ചുവിന് പ്ലേ ജിം ഉണ്ടായിരുന്നു, വോക്കർ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും ഒന്നിച്ചത് നല്ല. ഇത് കണ്ട, ഇത് നല്ല സാധനം കേട്ടോ, പുതിയ സാധനം. ശരിയാ. ഓ, ഇത് കലക്കി നന്നായിണ്ട്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയത് ബൗൺസർ ടൈപ്പ് അല്ലേ? ഇതൊക്കെ ഏതാ റേഞ്ച്? ഇത് നന്നായിണ്ട്, ഇത് ഇഷ്ടമായി. നല്ല സാധനം. മാമോദീസക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ അല്ലേ? മാമോദീസക്ക് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റം. ഇലക്ട്രിക്കലിന്റെ പുതിയ തൊട്ടി ടൈപ്പ് അല്ലേ? കൺട്രോൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലൊരു എമൗണ്ട്, ആദ്യം നമുക്ക് ഒരു 8 രൂപ റേഞ്ചിലേക്ക് വന്നിരുന്നു. ഇപ്പൊ 5400 വരുന്നുള്ളൂ എക്സ്ട്രാ. ശരിക്കും ഇതാണോ നല്ലത്, ബൗൺസർ ആണോ നല്ലത്? കുറച്ചും കൂടി നമുക്ക് തൊട്ടില് പോലെ ആട്ടാൻ പറ്റും. കണക്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. മറ്റേ നമ്മൾ കൈയായിട്ട് ആട്ടി കൊടുക്കണം. അല്ല ബൗൺസർ, മറ്റേ ബൗൺസർ നോർമലായിട്ട് നിൽക്കുന്നത് അതിനേക്കാൾ നല്ലത് ഇതല്ലേ? അതിന് മസാജറാ വരുന്നത്, പക്ഷെ അത് വലിയ ഉപയോഗം ഇല്ല, അത്രേ ഉള്ളൂ. ഇതും അതെ, നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലതാ. ബാപ്റ്റിസം പിന്നെ കളർ ചോയ്സ് വരുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? ബ്ലൂ കളേഴ്സ്. ഇത് ഇവിടെ ഉണ്ട് മമ്മി, കുറച്ച് ബൗൺസേഴ്സ് ഇവിടെ ഉണ്ട്. ബൗൺസേഴ്സ് വോക്കേഴ്സ് വേണം ഇവിടെ. വോക്കർ നമുക്കിപ്പോൾ വേണ്ട. ബൗൺസർ ഇതേ ഇതൊക്കെ 2500 വരുന്നുള്ളൂ. 2500 അല്ലേ പറഞ്ഞേട്ടാ? വിത്ത് റോക്കർ അല്ലേ? ഇതോ സ്പെഷ്യൽ ഓഫർ. ഇതാണ് പാച്ചുവിനുണ്ടായിരുന്ന ബാറ്റ്. മമ്മിക്ക് ആ നൊസ്റ്റാൾജിയ ഇത് കൂടെ ലിസ്റ്റ് ചെയ്ത് ഇത് ഇങ്ങനത്തെ ഇതും കൊള്ളാം. യൂസ് ചെയ്യും, ഇപ്പം എല്ലാവരും യൂസ് ചെയ്യും. പ്രാമിന് ഓഫേഴ്സ് ഉണ്ടാ?
ഇപ്പൊ നമുക്ക് 30% ഡിസ്കൗണ്ട് വരുന്നുണ്ട് മീമിയുടെ അല്ലേ. പ്രൈമൊക്കെ പിന്നെ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യാണ്ട് അവരുടെ ഏജ് ആകുമ്പോൾ നോക്കാം. അതെ, ഒരാളിപ്പോൾ പ്രസവിച്ചിട്ടുള്ളൂ, മറ്റാൾക്ക് ദിവസങ്ങളുമായിട്ടുള്ളൂ. വേറെ ഒന്നും നോക്കാനില്ലല്ലോ മമ്മി? അതല്ലേ വേണ്ടു. ഇനി പാച്ചുവിനും തോമൂനും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ഇനി അത് സങ്കടമാവും. അതിനെന്നിട്ട് ഡ്രസ്സ് വാങ്ങിക്കണോ ടോയ്സ് എടുക്കണോ? ബൂട്ടീസ്. പാച്ചുവിന് പണ്ട് ഇവിടെ വന്നാലേ ഷൂ കിട്ടുള്ളൂ, ഇവിടെ നിന്ന് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. പിന്നെ ഒന്നും വേണ്ടല്ലോ മമ്മി? നമുക്ക് ഒരുവിധം എല്ലാം എടുത്തില്ലേ? സോക്സ് ഒന്നും വേണ്ടല്ലോ? ബൂട്ടീസ് എടുത്തിട്ടില്ലേ? വേണ്ട. ഇതൊക്കെ ഇതേ കണ്ട ഇഷ്ടം പോലെ സാധനങ്ങളാണ്. അത് പക്ഷെ വേണ്ട, ഗേൾസിൻ്റെ അത് ചാക്കോച്ചിന് ആകാവില്ലേ? ആകാവില്ല അല്ല, ടൈറ്റ് ആവില്ല തന്നെ. ഇതും നല്ലതാണ്, കയ്യിൽ സേഫ് ആയിട്ടുള്ളത് ഇതാണ്. അതുകൊണ്ടാണ് അവന് വേഗം ഓടിച്ചത് ഇടുന്നു. തോമുന് ക്രാഡില് പിന്നെ ഇപ്പോൾ ഭയങ്കര സ്പേസ് പോവും, അതുകൊണ്ട് പിന്നെ ഞാനത് നോക്കട്ടെ. വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു ബൗൺസർ വാങ്ങിക്കാൻ വെച്ചിട്ടാ. ക്രാഡിലൊക്കെ ഏതാ സ്റ്റാർട്ടിങ് റേഞ്ച്? ഇങ്ങനെ അല്ലേ? ഓ, മറ്റേ തുണി ടൈപ്പോ മറ്റേ ഇങ്ങനെ സ്റ്റിച്ചിങ് ആയിട്ട് വരുന്നില്ലേ? ബെഡ് വെച്ചിട്ട് അതൊക്കെയോ? അതവിടെയാ മമ്മി? ആ തൊട്ടിലും കൂടി നോക്കിയിട്ട് പോവാം. അതന്നെ ഇത് ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമാണ്. മോസ്കിറ്റോ നെറ്റ് ശരിക്കും നല്ല ഒരു ഏജ് വരെ കിടന്ന് ഉറങ്ങാൻ പിള്ളേർ. വലുതാ. അഴിച്ചു മാറ്റാം. ഇത് കണ്ട ഉള്ളില് ബെഡ് നല്ല വലുപ്പുണ്ട്. സപ്പോർട്ട്. അപ്പൊ വീഴുന്നുള്ള പേടി വേണ്ട. ഇങ്ങനെ സ്റ്റിച്ചിങ് ഉള്ള കാരണം വീഴില്ല പിള്ളേര്. ഇതൊക്കെ ഏതാ റേഞ്ച് വരണ ചേച്ചി? 1600. ഇത് കണ്ട ബേബി ബ്ലാങ്കറ്റ്, നല്ല മെറ്റീരിയൽ തൊട്ടുമീ. പക്ഷെ ഇത് കുറച്ചുകൂടി ഇഷ്ടമായി. നല്ല സൂപ്പറായിട്ടുണ്ട് ഇത്. പിന്നെ വാങ്ങിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം അവസാനിപ്പിച്ച് ഇനി ബില്ലിടാൻ പോവാണ്. പാച്ചയുടെ കയറ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടാവും. പിന്നെ പിള്ളേരെ ഫീഡിങ് ബില്ലോ, പിള്ളേരെടുക്കാൻ നമുക്ക് പെട്ടെന്ന് അറിയില്ലല്ലോ കുഞ്ഞു പിള്ളേരെ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ, അതായത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന്. ഇങ്ങനെ ബോട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. എന്നാലും പുതിയൊരു സാധനമല്ല, പാച്ചയുടെ സമയത്ത് ഇതുണ്ട്. സ്റ്റഡി ടേബിള് ഇറങ്ങാം. 4 മമ്മി 4 വയസ്സ് ബർത്ത്ഡേക്ക് പാച്ചുവിന് അത് ഗിഫ്റ്റ് തന്നാൽ മതി. ഏത് കബോർഡ് അല്ലേ? ബില്ലിടാൻ കൊടുത്തേക്കാണ് അവിടെ. ഇതാ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. ക്രീംസ്, ഒരുവിധം എല്ലാ ടോപ്പ് ബ്രാൻഡ്സ് സ്കിൻ കെയർ പ്രോഡക്ട്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇതാ പണ്ട് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നേ കിട്ടുകയുള്ളായിരുന്നു പാച്ചുവിന് ഡയപ്പർ. ഇവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്താവും അത് വേറെ സ്ഥലത്തേക്ക് ഡയപ്പർ കിട്ടില്ല, അങ്ങനെയല്ല. ഇവിടെ ഈ എക്സ്ട്രാ സ്മോൾ ഉണ്ടാവും, ചെറുത്. അതായത് 1 കിലോന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഡയപ്പർ അന്ന് വേറെ എവിടെയും കിട്ടില്ലായിരുന്നു. ഇവിടെ അല്ലെങ്കിൽ പിന്നെ ജൂബിലിയിൽ പോകണമെങ്കിൽ അവിടെ ക്യൂ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ്. ഇവിടെ ഇപ്പോൾ കാണാനില്ല. ഇതാ മമ്മി അപ് ടു 1 kg ഇവിടെ വന്നിട്ടാണ് അവന് ഡയപ്പർ ആ സമയത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എയർ ഫിറ്റ് 1 കിലോൻ്റെ താഴെയുള്ള ബേബീസിനുള്ള ഡയപ്പർ. ഇതിൻ്റെ വില കേട്ടാൽ ഞെട്ടു കേട്ടോ. വില
എടാ 500 രൂപയാണത്, ആകെ 10 എണ്ണം ഉണ്ടാവും. അന്ന് സ്ഥിരം ഇവിടെ വന്നിട്ടാണ് ഇത് വാങ്ങിക്കാറ്. അതാ പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഫുള്ള് ഇവിടെ നിന്നേ കിട്ടുള്ളൂ, വേറെ എവിടെയും കിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ അതാ പറഞ്ഞു ഇവിടെ വരുമ്പോൾ മൊത്തം പണ്ടത്തെ പാച്ചുൻ്റെ ആ സമയത്തൊക്കെ ഓർമ്മകളാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. ഇനിയിപ്പോൾ വേറെ ഒന്നും ഇവിടുത്തെ അവിടെ പിന്നെ മെഡിക്കൽ സംഭവങ്ങൾ, പിന്നെ അവിടെ ബ്രസ്റ്റ് പമ്പ്, ഫ്ലാസ്ക് അങ്ങനെയുള്ള ഐറ്റംസാണ്, സ്റ്റെറിലൈസർ അങ്ങനെയുള്ള ഐറ്റംസ്. താങ്ക് യു. ദേ പാച്ചു ധവൻ അവിടെ അപ്പോഴേക്കും കാറൊക്കെ എടുത്തു തുടങ്ങി. എന്താ ഭംഗി, ബോണറ്റും ഒക്കെ തുറക്കാൻ പറ്റുന്നുണ്ട്. റെഡ് ആണോ? അത് ഏത് കളറ്? നമ്മളിനി ഉണ്ടല്ലോ, നമ്മളിനി ബേബി സണ്ണിലേക്കാണ് പോകുന്നത്. സ്നാക്സ് കഴിക്കാൻ, ചായ കുടിക്കാൻ. അവിടെ പോയിട്ട് ഒരു സാധനം ആവശ്യമില്ലാത്തത് ചോദിക്കരുത്. നോ ചോക്ലേറ്റ്സ്, നോ ചോക്ലേറ്റ്സ്. പിന്നെ എന്താ ജ്യൂസ് വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. വേറെ ഒരു സാധനം ചോദിക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ഹിപ്പോയില് പോയിട്ട് പല്ലിടുക. എവിടെ എത്തി? വീടല്ല എത്തിയത്. ഇതെവിടെയാ? സ്കൂളെത്തിയാ? സ്കൂളിൽ പോണോ? സ്കൂളിൽ പോണ്ട. എവിടേക്ക് പോവാട്ടെ നമുക്ക്. നമ്മുടെ ബേബി സൺ എത്തി. ബേബി സൺ എത്തി. വണ്ണ സാൻഡ്വിച്ചാണോ? സാൻഡ്വിച്ച് ആയാലും കുഴപ്പമില്ല. ചേട്ടാ ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച്. ഡാഡിക്ക് എന്താ വേണ്ടേ? എനിക്കെന്താ വേണ്ടേ? എനിക്കൊരു ചിക്കൻ റോള് മതി. ഡാഡിക്കാ ഒരു ജാം റോള്. ഷുഗർ ഇല്ലാത്ത കാരണം ജാം റോള് മതി. പാച്ചിന് എന്താ വേണ്ടേ? പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പിന്നെ എല്ലാ ശവക്കോട്ടകളിലൊക്കെ പോയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ തിരക്കായി പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ബേബി പ്രോഡക്ട്സ് വാങ്ങിക്കാൻ പോയി ആകെ കൺഫ്യൂഷനാണ് കേട്ടോ. എന്തെടുക്കണം ശരിക്കും പറഞ്ഞാൽ എടുത്ത് മതിയാവുണ്ടായിരുന്നില്ല, അത്രയധികം സാധനങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇത്രയുള്ള വിശേഷം. ഇനിയിപ്പോൾ അത് 2 ബേബീസിനായിട്ട് കൊടുക്കണം. അപ്പോൾ അതിനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും